Good morning. Good morning, ma'am. ഗുഡ് മോർണിംഗ്. എടാ, സെലീനയും ഷേർളിയും കമറുനീസൊക്കെ ഇല്ലേ ഇന്ന്? സെലീന ഉണ്ട്. ഷേർളി കമറു ഒന്നില്ലേ? കമറും ഉണ്ടോന്ന് റെക്കോർഡിംഗ് ആയി. ഓക്കെ. എടാ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning. Good morning, ma'am. Morning. Okay. Prayer എല്ലാം കഴിഞ്ഞോ? ഇല്ല മാം, സ്റ്റാർട്ട് ചെയ്തില്ല. ചേർന്നില്ലേ? ക്ലാസ് ലീഡ് ചെയ്യാൻ ക്ലാസ് തന്നെ തുടങ്ങായിരുന്നു. You all are the trainers, facilitators. Okay, please. Please. ഗുഡ് മോർണിംഗ് മാം. Yes, please. പ്രയർ ഞാൻ ചെല്ലട്ടെ. എന്നും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ഞാൻ നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി കാണും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കയ്യിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. ഗുഡ് മോർണിംഗ് മാം. Okay, good morning. What's next? Signing quote for the day. സൈനിങ് ഞാൻ തന്നെയായിരുന്നു. വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ യു ക്യാൻ ഡു. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. പറഞ്ഞോടാ. ഗുഡ് മോർണിംഗ് മാം. ഞാൻ തന്നെ പറയാം. ഞാൻ എപ്പോഴും നമ്മൾ ഓരോ പ്രശസ്തരെയൊക്കെ കുറിച്ചല്ലേ എപ്പോഴും സൈനിങ് ചെയ്യാറുള്ള സൈനൗട്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ അതിനൊരു വിഷയമായിട്ട് എടുത്തത് മാം നമുക്ക് തന്നൊരു സബ്ജക്റ്റാണ്, നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണോ അത് നിങ്ങൾ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിരിക്കുകയാണോ എന്നൊരു ചോദ്യമില്ലേ, അതിനൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ അത് പറയുവാണെങ്കിൽ ഒരു 24-ാമത്തെ വയസ്സിലായിരുന്നു എൻ്റെ വിവാഹം. അതുവരെ എൻ്റെ അച്ഛനായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നതും, എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിനുശേഷം കല്യാണം കഴിച്ചു വന്നപ്പോഴത്തേക്കും അച്ഛൻ്റെ ഏകദേശം ഒരു സ്വഭാവം തന്നെയായിരുന്നു ഹസ്ബൻഡും. അപ്പൊ പുള്ളിയുടെ ഇതിലായിരുന്നു എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ഒരു മനുഷ്യനെ എത്രത്തോളം വീഴ്ച പറ്റാവോ അത്രയ്ക്ക് ഞാൻ താന്നു, ഒരു ഡിപ്രഷൻ വരെയൊക്കെ ഞാൻ എത്തിയ ആളാ. അതിൽ നിന്ന് പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സുകളും അങ്ങനെയൊക്കെ കേട്ട് ഞാൻ പിന്നെ ഓട്ടോമാറ്റിക്കലി കുറച്ച് ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളെ കാണാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ഇപ്പൊ മുമ്പൊക്കെ ഞാനൊരു കുഞ്ഞു കാര്യം കേട്ടാൽ പോലും ഞാൻ പെട്ടെന്ന് വിഷമിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു. പിന്നെ ഞാനൊരു ധൈര്യത്തോടെ എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി ഇങ്ങനെ കാണാൻ ശ്രമിച്ചു. അങ്ങനെ ഒരുമാതിരി നല്ല രീതിയിലൊക്കെ വരുമ്പോഴും പിന്നെ ഇപ്പം ഞാൻ ഒരു മോളാണ്, അത് ഒരു ഭാര്യയാണ്, ഒരമ്മയാണ്. ആ ഒരു അർത്ഥത്തിൽ വരുമ്പോൾ ഞാൻ മക്കളോടൊക്കെ പറയും, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഞാൻ പറയും എൻ്റെ ഹെൽത്ത് ഞാൻ കളയത്തില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ദേഷ്യപ്പെടത്തില്ല എന്നൊക്കെ ഞാൻ അവരോട് പറയും. എൻ്റെ ഹെൽത്ത് നോക്കേണ്ട ആവശ്യമായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടിട്ട് ഞാൻ ദേഷ്യപ്പെട്ട എൻ്റെ ഹെൽത്താ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നൊന്നും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, നിങ്ങളുടെ എന്താന്ന് വെച്ചാൽ നോക്കിക്കോ, നിങ്ങളുടെ ആരോഗ്യം നോക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ ഒഴിയും. പക്ഷേ എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഇന്ന് തന്നെ മോൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശരിക്കും ഞാൻ ഇച്ചിരി ഒരു ഫീൽ അങ്ങോട്ട് ഒരു വിഷമമായി. അപ്പൊ നമ്മൾ എത്ര ധൈര്യത്തോടെ നമ്മൾ പറഞ്ഞാലും നമ്മൾ വീണ് പോകും എപ്പോഴും.
ധൈര്യമാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ വരില്ല. റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിൽ വരുന്നില്ല ഞാൻ നോക്കിയിട്ടൊന്നും. പിന്നെ പണ്ടത്തേതിൽ നിന്ന് ഞാൻ ശരിക്കും മാറി. ഇപ്പൊ ക്ലാസ്സുകളൊക്കെ കേട്ടു ഫ്രണ്ട്സ് ഒക്കെ ആയി കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വരുമ്പം നമുക്കറിയാം ഈ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ ജോയിൻ ആയിരിക്കുന്ന ആദ്യം ആരെ അറിയില്ലെങ്കിലും ഇപ്പൊ ഏകദേശം പേഴ്സണലി പോലും കുറെ ആൾക്കാരെ അറിയാം. അപ്പൊ നമ്മളെക്കാളും ഒരുപാട് ഉള്ളവരുണ്ട് ഈ ക്ലാസ്സിൽ. അതൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പം അവരുടെ ആ പ്രശ്നങ്ങൾ അവരതൊക്കെ തരണം ചെയ്തില്ലേ, അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമാ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാ, നമുക്കെല്ലാം പിന്നെ ഏതൊരു കാര്യവും നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോൾ. കാര്യം നമ്മൾ നോക്കിക്കാണുന്ന ആ ഒരു രീതിയാണ് ഒരു വിഷയത്തിന്റെ നെഗറ്റീവും പോസിറ്റീവും. ഇപ്പൊ ഒരു നെഗറ്റീവ് കണ്ടാൽ അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവായി മാറാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പം. അതുപോലെ എൻ്റെ അടുത്തേക്ക് ഒരാൾ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരെ മാക്സിമം പോസിറ്റീവ് ആക്കാനും പറ്റുന്നുണ്ട്. ഞാൻ അങ്ങനെയും ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നല്ലോണം ഇമ്പ്രൂവ് ആയി. എങ്കിലും താക്കോൽ ഇപ്പോഴും എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ ഫ്രണ്ട്സിനോടായിട്ട് പറയും, നമ്മൾ എഴുന്നേറ്റ് വരുമ്പോ നമ്മള് ഇപ്പൊ പറയാറില്ലേ എന്നെ അവര് സ്നേഹിക്കുന്നില്ല, ഇവര് സ്നേഹിക്കുന്നില്ല, ഇപ്പൊ ഹസ്ബൻഡിന് പണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ചേട്ടനല്ലേ എന്നോട് സ്നേഹം, ഞാനാ ചേട്ടനെ കൂടുതൽ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ശരിക്കും നമ്മൾ സ്നേഹിക്കേണ്ട എപ്പോഴും നമ്മളെയാണ്. നമ്മളെ നന്നായിട്ട് നമ്മൾ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിച്ച് വരുമ്പോ നമ്മളിൽ നിന്ന് ആ സ്നേഹം പുറത്തേക്ക് ഒഴുകണം. അപ്പൊ നമ്മളോട് ഒരാൾ ഒരു 10 രൂപ കടം ചോദിച്ചാല് നമ്മുടെ കയ്യിൽ 20 രൂപയോ അല്ലെ 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും ആ സ്നേഹം നമ്മളിൽ നിന്ന് നിറഞ്ഞിട്ട് അത് പുറത്തേക്ക് ഒഴുകുമ്പോഴാണ് അത് മറ്റൊരാൾക്ക് അത് ഫീൽ ആകുന്നത്. അങ്ങനെയാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ എന്നെ സ്നേഹിച്ച് വരുമ്പോ എനിക്ക് ആരോടും പരാതി ഇപ്പൊ എനിക്ക് തോന്നാറില്ല, ആരോടും കുശുമ്പ് തോന്നാറില്ല. ഞാൻ മാക്സിമം ആരെയും കുറ്റം പറയാറില്ല ഇപ്പൊ. ആരോടും ആരുടെ അടുത്തും ചെന്നിട്ട് അവരെങ്ങനെയാണ് ഇവരിങ്ങനെ, പണ്ടൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ ഞാൻ ആരുടെയും കുറ്റം പറയാറില്ല. ആരും മറ്റൊരാളെ കുറ്റം പറയുന്നത് കേൾക്കാൻ പോലും ഞാൻ പോവാറില്ല. കാരണം അതെന്റെ ഹോർമോൺ ചേഞ്ച് ഉണ്ടാക്കും എന്നിൽ, എനിക്കത് മനസ്സിലായി. കാര്യം കുറ്റം കേൾക്കുന്നതും കുറ്റം പറയുന്നതും ഒക്കെ നമ്മുടെ നന്മയാണ് നശിക്കുന്നതെന്ന് ഞാൻ പഠിച്ചു ഇപ്പൊ. അപ്പോഴത്തേക്കും നമ്മള് ഒരാളിപ്പൊ എന്ത് കുറ്റം കണ്ടാലും, ഇപ്പൊ ഒരാൾ എന്റെ മുന്നിൽ വന്ന അവർക്ക് കുറവുകൾ ഒരുപാട് കാണും, പക്ഷെ ഞാൻ അവരിലെ ഒരു നന്മയാണ് കാണാൻ നോക്കുന്നത് ഇപ്പോഴും. ആ ഒരു നന്മ വെച്ചിട്ട് നമ്മൾ അവരെ കണ്ടാല്, ഇപ്പൊ എനിക്ക് ഒരുപാട് ദ്രോഹം ചെയ്തവരുണ്ടെങ്കിലും അവരെനിക്കൊരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ആ നന്മയിലൂടെയാണ് ഇപ്പൊ അവരെ കാണാൻ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഹാപ്പിയാണ്, എന്റെ വീട് ഹാപ്പിയാണ്. ചേട്ടൻ ദേഷ്യപ്പെട്ടാലേ ഞാൻ പറയും, ചേട്ടന് ഷുഗറൊക്കെ ഇച്ചിരി ചെറുതായിട്ടൊക്കെ വല്ലപ്പോഴും കാണിക്കും. അപ്പൊ ഞാൻ പറയും, ദേഷ്യപ്പെട്ട ഷുഗർ ഉണ്ടാവും, BP ഉണ്ടാവും, എല്ലാം വരും. അതുകൊണ്ട് ദേഷ്യം എന്തിനാ, സ്നേഹം. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നു, ഞാനും പഠിക്കുന്നു. അങ്ങനെ ആ ഒരു വിഷയം അങ്ങനെ ഞാൻ അത്. ശരി മാം, ഓക്കെ, താങ്ക് യു മാമിനെ. ഞാൻ ഈ ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, എന്റെ ഫ്രണ്ട്സിനെയും. താങ്ക് യു സോ മച്ച്. ഞാനും വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ ഓരോരുത്തരെയും ഓർക്കുന്നു. കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ കാണുന്നു കുറെ കേസുകൾ. ആക്ച്വലി ഞാൻ ഇന്ന് ക്ലാസ്സിൽ വന്നത് ഒരു ജസ്റ്റ് ഒരു സിറ്റുവേഷൻ അല്ല, നിങ്ങളോട് ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വരാൻ ലേറ്റ് ആയാലും യു ക്യാൻ ലീഡ് ദ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാം. ആരെങ്കിലും മുന്നോട്ട് വരാം, യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ഇവിടെ ഇപ്പൊ റിജു അല്ലെങ്കിൽ രാഖി എന്നെ പിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ വീഡിയോ ഓൺ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ക്ലാസ് ലീഡ് ചെയ്യുന്നത് ആരാന്ന് ആർക്കും മനസ്സിലാവില്ലായിരുന്നു. അവർ പിൻ ചെയ്തു, അതുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ബിഗ് ആയിട്ട് കാണുന്നത് ഞാനാണ്. സോ മറ്റുള്ളവർക്ക് മനസ്സിലാവും ഷീ ഈസ് ടേക്കിംഗ് ദ ക്ലാസ് എന്നുള്ള രീതിയിൽ. അത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് വീഡിയോ ഓൺ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്നിലുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ കുറച്ച് സമയം സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണണം. കൂടുതൽ ടൈം ഞാനായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കാണണം. അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഓൺ ചെയ്യുന്നതും പിൻ ചെയ്യുന്നതും. പക്ഷേ നമ്മള് എല്ലാവരും ഈക്വൽ ആണ്. ഹാഫ് ദ വേ, കോഴ്സിന്റെ ഹാഫ് ദ വേ. സോ ഓൾമോസ്റ്റ് പലരും ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു. എന്താണ് ലീഡർ എന്ന് പറയുന്നത്? ഒരു ലീഡറുടെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? മുൻനിരയിൽ നിന്ന് നിൽക്കാൻ പറ്റുന്നത്, എല്ലാവരെയും ഒരുപോലെ ഇപ്പൊ ഏകോപിപ്പിച്ച് ഏത് കാര്യത്തെയും സംയമനത്തോടെ കണ്ട് മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരാള് ലീഡറാണ്. Anyone else? Quote of the day. എന്താണ് മനസ്സിലായില്ല, ക്ലിയർ ആയില്ല. Quote of the day ആണ്. ഓക്കെ, പ്ലീസ് ഐ എം വെരി സോറി.
Every new experience brings a greater clarity of vision. Indira Gandhi. Thank you, ma'am. ക്ലാരിറ്റി ഓഫ് വിഷൻ മാത്രമേ ഞാൻ കേട്ടുള്ളൂ, അതിന് മുന്നിലുള്ളത് കേട്ടില്ലായിരുന്നു. ഒന്നുകൂടെ പറയാം. Okay. എന്റെ ഇവിടുത്തെ അറിയില്ല. Every new experience brings its own maturity and greater clarity of vision. Okay, fine, very good. Okay, Thank you, ma'am. Now to me, what is meant by leader? Shirley already പറഞ്ഞു, ഈ ബാക്കിയുള്ളവർക്ക് പറയാം. ലീഡർ എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആട്ടോ എനിക്കറിയേണ്ടത്. എവിടെയും എഴുതി വെച്ച കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്. ഒരു ലീഡർ എങ്ങനെയായിരിക്കും? പ്രശ്നങ്ങളും കേട്ട് കൂടിയിട്ട് എല്ലാവരുടെയും One at a time. That's our rule. One at a time. Yes, please. ധന്യ, ജോളി, ഉമ്മു, ഹബീബ, നിങ്ങൾ 3 പേരും അൺമ്യൂട്ട് ചെയ്തിരുന്നു. ഐ തിങ്ക് ഫസ്റ്റ് ജോളി ആയിരുന്നു ഒരു ഡൗട്ട്. എനിക്ക് നോക്കിയപ്പോ പെട്ടെന്ന് അങ്ങനെ കണ്ടത്. ദെൻ ധന്യ, ദെൻ ഉമ്മു. ഓക്കെ, ജോളി പ്ലീസ്. Leader who guides and influence others' work. Yes. Okay. Then having a clear understanding of what they want to achieve. Then influencer. Okay, fine. Then effectively conveying ideas, goals and expectations for communication. Okay. Then understanding and relating and empathy for others. Okay. Then Okay. responsibility for actions. Okay, ഇത്രയൊക്കെ അറിയാവൂ. Thank you. ജോളിയുടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാനൊരു ലീഡർ ആയിരുന്നു ജീവിതം മൊത്തവും, ഈ നിമിഷവും. എന്റെ ജീവിതം മൊത്തം അങ്ങനെ തന്നെ, എല്ലാ കാര്യത്തിലും. അതിന്ന് പറയുക. ആദ്യമായി വേണ്ടത് ക്ഷമയാണ്. എല്ലാവരുടെ വിഷയങ്ങളും കേൾക്കാനുള്ള ക്ഷമ വേണം. പിന്നെ അവരിൽ ഒരാളായിരിക്കണം. ലീഡർ എന്നൊരു പദവിയല്ല, അതിൽ അവരുടെ ഒരാളായി എല്ലാവരുടെ വിഷയങ്ങളും കേൾക്കാനും അതിനുള്ള ഉത്തരം പറയാനും കേപ്പബിൾ ആയിരിക്കണം അല്ലേ മാം? അല്ലെ, എല്ലാവരോടെയും കേട്ട് അവരിലൊരാളായിട്ട് വേണം ഒരു കാര്യം സോൾവ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. എന്തെങ്കിലും പറയില്ലേ, നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോകത്ത് എന്തെങ്കിലും എമ്പതി ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ധന്യ പറഞ്ഞത്. അവരിൽ ഒരാളായി നിന്ന് കേൾക്കാൻ, അവരുടെ പ്രോബ്ലം കേൾക്കാൻ പറ്റണം. യെസ് പ്ലീസ്. പറ്റണം, ക്ഷമ വേണം, കേൾക്കാൻ പറ്റണം. അവരിൽ ഒരാളായി അത് ആ ഒരു ടീം ആണെങ്കിലും അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒരു ലീഡറുടെ കഴിവ് തന്നെയാണ്. അതിനുള്ള എല്ലാ പ്രയത്നവും അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാവണം. അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ലീഡറൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, പ്രസീദ്. നന്നായിട്ട് ആ കാര്യങ്ങൾ ഇപ്പൊ കൊണ്ടുപോകുന്നുണ്ട് ഈ ബാച്ചിലത്തെ. ഓക്കെ. യെസ് മാം, ഞാൻ ഫസ്റ്റ് പറയാനുള്ളത് പേഷ്യൻസ് തന്നെയാണ്. ആൾക്ക് നല്ല ക്ഷമ ഉണ്ടായിരിക്കണം. എന്തൊരു കാര്യം ലീഡ് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കണം. അതായത് അവരുടെ വിഷനും കൂടി നമ്മൾ കേട്ട് എന്ത് ഐഡിയ ആണെങ്കിലും ഈ ഒരു ഗ്രൂപ്പിൽ ഇന്നോവേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആൾക്ക് വേണം. പിന്നെ ആൾക്ക് നന്നായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ വേണം, ഒരു നോളജ് വേണം. നല്ലൊരു ലീഡർക്ക് എന്ത് ഗ്രൂപ്പ് ആണെങ്കിലും ആ സ്പെസിഫിക് ഐറ്റംസിനെ കുറിച്ചിട്ട് ആൾക്ക് നല്ലൊരു അറിവുണ്ടായിരിക്കണം. ഫേവറിസം കാണിക്കാൻ പാടില്ല, എല്ലാരെയും ഒരുപോലെ തന്നെ കാണണം. ഇപ്പൊ നമ്മളൊരു ലീഡർ ആകുമ്പോൾ ഒരു 10 പേര് നമ്മുടെ കീഴിലുണ്ടെങ്കിൽ ഒരാളോട് മാത്രം ഒരു പ്രത്യേകത കാണിക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, പക്ഷെ ലീഡറായിട്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾ അവരോട് ഒരുപോലെ ആയിരിക്കണം പെരുമാറേണ്ടത്. ക്ലാസ് ലീഡർ ഒക്കെ ആയിരിക്കുമ്പോൾ ലീഡർ ആകുമ്പോൾ നമ്മൾ പേര് എഴുതുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. ആ സിസ്റ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും സംസാരിക്കുന്നത്, അതിന്റെ പേര് എഴുതിയതിന്റെ പേരിൽ നമ്മൾ പിണങ്ങി പോയിട്ട് വരെ ഉണ്ടായിരിക്കും കൊച്ചിലെ കുട്ടികളൊക്കെ ആകുമ്പോഴേ. അങ്ങനെ അതാണ് ബെസ്റ്റ് ആയിട്ട് ലീഡർക്ക് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മാം, നമ്മളൊരു ഒരു ടീം എന്ന് പറയുമ്പോ അതിൽ വലിയവനുണ്ടാവും, ചെറിയവനുണ്ടാവും. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോ ഏറ്റവും താഴെ നിൽക്കുന്നവന്റെ പോലും അഭിപ്രായത്തിന് വില കൽപ്പിച്ച് വേണം അതിലൊരു തീരുമാനം കൈക്കൊള്ളാൻ. അവനും കൂടി പറ്റണതായിരിക്കണം തീരുമാനം.
പിന്നെ മാം എന്റെ അഭിപ്രായത്തില് അതായത് എന്ത് തന്നെ ഇപ്പൊ ഒരാള് ഈ ലീഡർ ഇത് ലീഡറാണ് പറഞ്ഞിട്ട് ഒരാൾ കുറ്റം പറയും, പിന്നെ ഒരാൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും. ആ കുറ്റം പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാതെ ഏറ്റെടുക്കാനുള്ള ആ ക്ഷമയും വേണം അവർക്ക്. എന്ത് തന്നെയാലും ഈ തന്നെയല്ല പറഞ്ഞോട്ടെ, എനിക്ക് എന്റെ കാര്യം, എന്റെ ലീഡർഷിപ്പ് ഞാൻ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്ത മാത്രം, മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവുന്നു ലീഡർ. മിസ്സേ ഗുഡ് മോർണിംഗ്. ഒരു ലീഡർ എന്ന് പറഞ്ഞ ലീഡർ എന്ന സ്ഥാനത്തിലുപരി താൻ അവരിൽ ഒരാളാണ് എന്ന ബോധം ആർക്കും വേണം. ഇപ്പോ നമ്മുടെ ഇടയില് കേരളത്തിലായാലും നമ്മൾ ഒരുപാട് ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ആരാണോ താഴെ ഇറങ്ങി പ്രവർത്തിച്ചേക്കുന്നത്, ഇപ്പൊ ഒരു കുടിലായിരിക്കാം, ആ കുടിലില് കയറി ചെന്ന് ചിലപ്പോ അവരുടെ ഒരു കട്ടൻ ചായ ആയിരിക്കാം, ആ ചായ സ്വീകരിച്ച് അവരുടെ വിഷമം അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവരെന്താണ് എന്ന് മനസ്സിലാവണത്. അവരോട് സംസാരിക്കുക, അവരെ കേൾക്കാനുള്ള മനസ്സ് ഒരു ലീഡർക്ക് ആവശ്യമാണ്. ആ പദവിയിലല്ല, ആ സ്ഥാനമല്ല കാണേണ്ടത് ഒരിക്കലും. ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെയായി ജീവിക്കുകയാണെങ്കിൽ ആ ലീഡർ എന്നും ഏത് മനസ്സിലും തിളങ്ങും. അതിപ്പോ വ്യക്തിപരമായിട്ടല്ല, ഇപ്പൊ രാഷ്ട്രീയത്തിലായാലും ഏത് രാഷ്ട്രീയത്തിലുള്ളവരായാലും. ഇപ്പൊ ചിലപ്പോ എന്റെ ഒരു ചിന്തയിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാവില്ല, പക്ഷെ വേറൊരു രാഷ്ട്രീയത്തിലുള്ള ആളായാൽ പോലും അയാളുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് ഇലക്ഷനിൽ വോട്ട് നേടുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്നാണ്. ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ താങ്ങാവാം, ആ ചിന്തയായിരിക്കണം സാധാരണ ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കണം. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ കോമ്രേഡ്. ഓക്കെ ഫൈൻ. ലീഡറാണ് ആള്. എനിക്ക് മനസ്സിലായല്ലോ. ലീഡർ പറഞ്ഞു ഇങ്ങനെ പോവാ. ശരി, ഓക്കെ ഫൈൻ. സോ പ്രസീത ലീഡർ ആണെന്ന് പറഞ്ഞു. വട്ടവർ ഇപ്പൊ നിങ്ങള് ഗ്രൂപ്പിലെ കുറേ പേരുണ്ടാവും അല്ലെ, എല്ലാരും കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ ലീഡർ ആക്കി. ആൻഡ് ഒരു ലീഡർ ശരിക്കും എന്ത് ചെയ്യണം? ഞാനാണ് ലീഡർ, ഞാനെല്ലാം ചെയ്യും, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അതൊരു നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണോ? എന്തൊരു കാര്യം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും ഓരോരോ കാര്യങ്ങൾ എത്തിക്കുമ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോഴാണ് ശരിക്കും ഒരു ലീഡറിന്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ ഫൈൻ. നിങ്ങളിപ്പോ കോഴ്സ് തുടങ്ങിയത് നിങ്ങൾ ഏത് ബാച്ചാ? ഒക്ടോബർ ബാച്ച് അല്ലേ? ഒക്ടോബർ ബാച്ച്. ഓഗസ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. സോ ഡെഫിനറ്റ്ലി സെപ്റ്റംബർ ആവുമ്പോഴേക്കും നിങ്ങളുടെ കോഴ്സ് കഴിയുന്നു, നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഹോൾഡറായി മാറുവാണ്. ഫെസിലിറ്റേറ്റർ എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി ശരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരുവാണ്. സോ പല രീതിയിലും പല ക്വാളിറ്റീസും കാണിച്ചവരായിരിക്കാം എല്ലാവരും തന്നെ. സോ നിങ്ങൾ ആഗ്രഹിക്കൂ, ഞാൻ ഇത്രയും ചെയ്തു, സോ എനിക്ക് അപ്രീസിയേഷൻ കിട്ടണം, അങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഇല്ല മാം. ഐ ഷുഡ് ഗെറ്റ് അപ്രീഷിയേറ്റഡ്, ആ ഒരു തോട്ട് ഉണ്ടോ? നോ. എന്നെ എല്ലാരും സദസ്സിൽ വെച്ച് അംഗീകരിക്കണം, എന്നെ എല്ലാരും പുകഴ്ത്തി പറയണം. ഞാൻ പറയാലോ, ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കുണ്ട്. എന്താ, ഞാൻ ഇത്ര വർഷം കഷ്ടപ്പെട്ട് ഞാൻ വന്നതിന്റെ ആ ഒരു ഇത്, ഈ സർട്ടിഫിക്കറ്റ് നല്ല ഒരു ഇതോടെ നേടുമ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ഇത് കിട്ടും. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇത് ഉണ്ടെന്ന്. യെസ്, കോൺവെക്കേഷൻ സെറമണി ഉണ്ട്, നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും. ദാറ്റ് ഇസ് അവിടെ നിങ്ങൾ എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. ചിലർക്ക് മാർക്ക് കൂടുതലുണ്ടാകും, ചിലർക്ക് മാർക്ക് കുറവായിരിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊരു എന്താ പറയുക, ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികളെ അംഗീകരിക്കും, എല്ലാ കുട്ടികളെയും അംഗീകരിക്കും. അതിൽ ടോപ്പ് മാർക്ക് കിട്ടിയവർക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ടാവും. അതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. പക്ഷേ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is no points, no marks, no rewards, no punishment. ഇതാണ് മോണ്ടിസോറി മെത്തേഡ്. അവിടെ അപ്രീസിയേഷൻ അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ അത് സക്സസ്ഫുള്ളി അക്കംപ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് റിവാർഡ്. ഇപ്പൊ പ്രസീതയെ എല്ലാരും പറഞ്ഞു, പ്രസീത എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ലീഡറാക്കി. ആ മറ്റുള്ളവരുടെ ആക്സെപ്റ്റൻസ് ആണ് പ്രസീതയ്ക്കുള്ള റിവാർഡ്. അല്ലാതെ ത്രൂ ഔട്ട് 1 year ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു, സോ എന്നെ എല്ലാരും കൂടെ സ്റ്റേജിൽ വെച്ച് ആദരിക്കണം എന്ന് പ്രസീത പറഞ്ഞാൽ, പ്രസീത പറയൂ?
അങ്ങനെ അങ്ങനെ പറയില്ല മാം. അങ്ങനെ പറയില്ല. ക്വാളിറ്റി. അതേസമയം ഞാൻ ഒരു വർഷം മുഴുവനും ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ടും എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടു, ഞാൻ എന്റെ വീടിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. ദാറ്റ് ഈസ് എ ബിസിനസ് അല്ലേ? ഞാൻ ഇത്രയും ചെയ്തു, ത്രാസിലിട്ട് തൂക്കുക, ഞാൻ ഇത്രയും ചെയ്തു, സോ ഐ ഷുഡ് ഗെറ്റ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിസിനസ്. ഇതൊരു ബിസിനസ്സാ. അവിടെ ഇമോഷണൽ അറ്റാച്ച്മെന്റോ അവിടെ ലവ് കെയർ അതിനൊന്നും ഒരു സ്ഥാനമില്ല. ഞാൻ ചെയ്തു, അതിനുള്ളത് എനിക്ക് കിട്ടണം. ഞാൻ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി, അതിനുള്ളത് എനിക്ക് കിട്ടണം. അതാണ് നമുക്ക് മനസ്സിലാക്കുക അല്ലേ? അതേസമയം ഞാൻ ഒരാൾക്കൊരു സഹായം ചെയ്തു, ദർ ഇസ് മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് റെസിപ്രോക്കൽ ഹെൽപ്പ്. നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഭാഗമാണ്. ഒരാൾ ചോദിക്കാതെ തന്നെ നമ്മൾ അയാളെ സഹായിക്കുന്നു. നമ്മൾക്കൊരു സഹായം കിട്ടിയാൽ തിരിച്ച് നമ്മളത് കൊടുക്കണം. റെസിപ്രോക്കൽ ഹെൽപ്പ്. അല്ലാതെ ഞാനിത് ചെയ്തത് കാരണം എന്നെ എല്ലാവരും ആദരിക്കണം, എല്ലാവരുടെയും മുമ്പിൽ വെച്ചുള്ള ഒരു അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയില്ല, സോ ദാറ്റ് ഇസ് നോട്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും അവസാനം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരും ചെയ്യില്ല മാം. വെരി ഗുഡ്. ഓക്കെ, ജോൺ സി മാക്സ്വെൽ, അദ്ദേഹം ഒരു അമേരിക്കൻ ഓതർ, ഒറേറ്റർ, പ്രഭാഷകൻ, പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് കോട്ട് ഉണ്ട് ലീഡർഷിപ്പിനെ കുറിച്ച്. എ ലീഡർ ഈസ് വൺ ഹൂ നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. പാർട്ടി പ്രവർത്തനത്തിന്റെ ആൾക്കാർ വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ കാണാം ഏറ്റവും മുന്നിലുണ്ടാവും ലീഡർ, അണികള് പുറകിലായിരിക്കും. അത് അതിന്റെ ഒരു സ്റ്റൈല്. ഓക്കെ ഫൈൻ. പക്ഷെ ശരിയായ ഒരു ലീഡർ, ആ ലീഡർക്ക് വഴി നന്നായി അറിഞ്ഞിരിക്കണം. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പോ പറവൂരിന്ന് ആലുവ വഴി പോകുന്ന വഴി എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ എന്താണ് ചെയ്യേണ്ടത്, ആ ഒരു മാർഗം, മീൻസ്, വേ നല്ല പോലെ അറിഞ്ഞിരിക്കണം. അതിലൂടെ അയാൾ പോവുകയും വേണം. അല്ലാതെ അത് ദുർഘടം പിടിച്ചൊരു മാർഗമാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ പോയി കഷ്ടപ്പെടട്ടെ, ഞാൻ നോക്കിക്കാന്നില്ല. ഹി ഷുഡ് ഗോസ് ദ വേ, ഷുഡ് ഗോ ദ വേ ആൻഡ് ഷോസ് ദ വേ. മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് ജോൺ സി മാക്സ്വെൽ ലീഡർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ ട്രെയിനറും ട്രെയിനിയും എന്നാണ് വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ടീച്ചറും സ്റ്റുഡൻസും അല്ല. അപ്പൊ ട്രെയിനറും ട്രെയിനിയും കൂടി ഇരുന്ന് ഇന്ററാക്റ്റീവ് സെഷൻ നടത്തുന്ന സമയത്ത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല ആരാണ് ട്രെയിനർ, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവും ടീച്ചർ എന്നാണല്ലോ, ആരാണ് ടീച്ചർ എന്ന് മനസ്സിലാവില്ല. അപ്പൊ ടീച്ചർക്കും റിവാർഡ് വേണ്ട, ടീച്ചർക്കും അപ്രീസിയേഷൻ വേണ്ട. മനസ്സിലായോ? നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് അതിനുള്ള അപ്രീസിയേഷനും കിട്ടുന്നു, ദാറ്റ്സ് ഫൈൻ, കാരണം നിങ്ങൾ കഷ്ടപ്പെട്ടു. ബട്ട് അവിടെ വന്നിട്ട് ഒരു ടീച്ചർക്ക് എന്തിനാ ഒരു റിവാർഡ് തരുന്നത്? അതും വേണ്ട, ദാറ്റ്സ് നോട്ട് ഡൺ. അതും വേണ്ടാത്തൊരു കാര്യമാണ്. ദർ ഈസ് നോ റിവാർഡ്സ്, നോ പണിഷ്മെന്റ്. ഓക്കെ, കാരണം ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മോണ്ടിസോറി മെത്തേഡ് മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറൊരിടത്ത് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് അതൊരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിരിക്കുന്നത്, മാർക്ക് ലിസ്റ്റും സർട്ടിഫിക്കറ്റും. പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നവരും മറ്റു കോഴ്സുകൾ പഠിക്കുന്നതിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഷേർലി പറഞ്ഞ പോലെ തന്നെ പല പല ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിതത്തിന്റെ പകുതി വഴിക്ക് വെച്ച് പഠനം നഷ്ടപ്പെട്ട് പാഷൻ നഷ്ടപ്പെട്ട് അത് വീണ്ടും പൊടി തട്ടിയെടുത്ത് അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്നവരായിരിക്കാം. അവരവിടെ ആദരിക്കപ്പെടണം. അതെല്ലാരെയും ഒരുപോലെ തന്നെ ചെയ്യണം അല്ലെ? അപ്പൊ അതാണ് നടക്കുന്നത്. അല്ലാതെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു, സോ എനിക്ക് ഒരു പ്രത്യേക ഇത് തരണം. ഞാൻ അറിയാതെ എങ്ങാനും ഒരാളോട് പ്രത്യേകത കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. പിന്നെ കുറെ പേരുകൾ ഓർമ്മയുണ്ടാവും. പിന്നെ ഇങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോൾ 6 പേരുടെ പേര്, 5 പേരുടെ പേരെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചിലപ്പോൾ വിളിക്കുമ്പോൾ അവരെ ആയിരിക്കാം. പിന്നെ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുമ്പോൾ അവരുടെ പേരും കൂടെ കാണാൻ പറ്റും. എല്ലാരെയും കൂടെ കാണാനുള്ള ഒരു വിൻഡോ അല്ല എന്റെ സിസ്റ്റത്തിലുള്ളത്. പിന്നെ സംടൈംസ് ചില സമയത്ത് ചിലര് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ഫ്രീ ആയിരിക്കും, പക്ഷെ ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ചിലര് മെസ്സേജ് അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഞാൻ തിരക്കിലായിരിക്കും, ഞാൻ എടുക്കില്ല. ബട്ട് ഞാൻ അതൊന്നും എന്താ പറയാ, എന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുമല്ല കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളിൽ ഞാൻ ഫോൺ എടുക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ കോള് മെസ്സേജ് റിപ്ലൈ ചെയ്യാതിരിക്കുള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ മെസ്സേജ് താഴേക്ക് കുറേ വരുമല്ലോ, താഴെ അങ്ങ് പോകുമ്പോൾ ഞാൻ ഓർക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ഒന്ന് അത്യാവശ്യമാണെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വേറൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തരണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. സിറ്റുവേഷൻ അല്ല, നമുക്ക് ശരിക്കും മോണ്ടിസോറി മെത്തേഡിലും ഡിസ്കഷൻസ്, ഡിബേറ്റ്സ് ആണ് കൂടുതലും നടക്കുന്നത്. ക്ലാസ്സിനേക്കാളും ഒരു 10 മിനിറ്റ്സ് 5 മിനിറ്റ്സ് ഒക്കെ നമ്മളൊരു ഡിബേറ്റ് ഒക്കെ നടത്തും. ബട്ട് ഓൺലൈൻ ആയതുകൊണ്ട് ഡിബേറ്റ് എന്നുള്ള കാര്യം നമുക്ക് ഇച്ചിരി പാടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ എല്ലാ ബാച്ചുകൾക്കും നടത്തി പോകുന്നതാണ്, നിങ്ങൾക്ക് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ടോപ്പിക് ഇതാണ്, ഡിബേറ്റ് നമുക്ക് പാടാണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വി ക്യാൻ സ്പെയർ 5 to 10 മിനിറ്റ്സ്. ഓക്കെ, ഒരുമാതിരി എല്ലാവരുടെയും ഒപ്പീനിയൻസ് ഒരുപോലെയാണെന്ന് പറയുമ്പോൾ നമുക്കത് ടെർമിനേറ്റ് ചെയ്യാം. ടോപ്പിക് ഇതാണ്, സിംഗിൾ ചൈൽഡ് ഓർ 2 and above, which one is better? 2 or 3. Okay, you have 3 പേര് 2 and above. 2 or 3. reason 3 മക്കളുള്ള കുട്ടികളുടെ അമ്മയാണ് ഞാൻ. 2 and above അല്ലേ മാം? നല്ല പണ്ടുള്ള പഴയ അമ്മമാരൊക്കെ 10ഉം 12ഉം ഒക്കെ വളർത്തി എത്ര നല്ല രീതി അവരുടെ വീട്. നമ്മളെ കൊണ്ട് 1ഉം 2ഉം ഒന്നും പറ്റുന്നില്ല. പണ്ടൊക്കെ എന്ത് നല്ലൊരു ഫാമിലി ആയിട്ട് അവരൊക്കെ എങ്ങനെയാണെന്ന് ഇപ്പൊ നമ്മള് അത്ഭുതപ്പെട്ടു പോകും. എങ്ങനെയാ മക്കളെയൊക്കെ ഇത്ര ആക്കിയെന്ന്. നല്ല ഫാമിലി അല്ലായിരുന്നു അത്. 2 and above, 2 or 3. Okay, fine. നിങ്ങൾ കാരണം പറയണം. ഞാൻ പറയട്ടെ മാം ഫ്രം പാലക്കാട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ ഇവിടെ ഹസ്ബൻഡ് ആസ്ട്രോളജറാണ്. അപ്പൊ അവരുടെ പ്രൊഫഷൻ കൊണ്ടുപോകാൻ ഒരു ആൺകുട്ടി എന്നുള്ളൊരു ഇതിലാണ് ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞത് ഒരു ബേബി വേണം പറഞ്ഞിട്ട്. ആഫ്റ്റർ 11 years ആണ് ഞാൻ കൺസീവ് ആവണത്. അതിനുള്ളിൽ അച്ഛൻ മാമിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ സോഡിയം പൊട്ടാസ്യം വേരിയേഷൻ ആയി വയ്യാണ്ടിരിക്കുകയൊക്കെ ചെയ്ത് മാമിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ ബെഡ്, അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മെല്ലെ പറഞ്ഞിട്ട് പിന്നെ വീടുകളിലൊക്കെ ആയിട്ട് പിന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പോ ആ കുട്ടി നോക്കിയപ്പോ കൊറോണ സമയമായിരുന്നേ. അപ്പൊ ഭയങ്കര സന്തോഷം. എനിക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നന്റ് ആവാണെന്ന് പറയണത് ഭയങ്കര മനക്കേടായിരുന്നു. കൊറോണ ആയതുകൊണ്ട് ഒരു അനുഗ്രഹമായിരുന്നു. ആരും എന്റെ വയറും കണ്ടില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞില്ല. അങ്ങനെ ഞാൻ പ്രസവിച്ചു. പക്ഷെ അത് 3rd ബേബിയും ഒരു പെൺകുട്ടി തന്നെയായിരുന്നു. അപ്പൊ ഞാൻ 28 കഴിച്ചില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും 3ാമത് പെണ്ണായപ്പോ ആ സമൂഹത്തിന് ചോദ്യം, പെണ്ണോ? എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഒരു സിമ്പതി. എനിക്കാണ് ഈ സിമ്പതി എന്നോട് കാണിക്കുന്നത് ഇഷ്ടമേ അല്ല. സോ ഞാൻ ഭയങ്കര എന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. മാം പറഞ്ഞ പോലെ ഞാൻ ഒരെണ്ണം നടക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ പിന്നെ 56 കഴിച്ചത്. കൊറോണ ഒരു അനുഗ്രഹം ആയതുകൊണ്ട് ആരും കാണേണ്ടിയും വന്നില്ല. പക്ഷേ ആ 3ാമത്തെ ബേബി ആയവിടുന്ന് അങ്ങോട്ട് എന്റെ ലൈഫിൽ അറിയില്ലാട്ടുള്ളൂ. മഹാലക്ഷ്മിയാണെന്ന് പറയുന്നത് കൊണ്ട് എന്തോ ഹസ്ബൻഡിന്റെ ജോലിക്കാണെങ്കിലും ജ്യോത്സ്യനാണെങ്കിലും ദേവപ്രശ്നങ്ങളും അമ്പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പീക്ക് പൊസിഷനിൽ ആളെത്തി. ഇപ്പോ മൂപ്പര് സ്റ്റഡീസ് നല്ലോണം കൊണ്ടുപോകുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് കുറെ മിഥ്യാധാരണകൾ ഉള്ളതുകൊണ്ട് അതൊരു എഡ്യൂക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയാണത്തിലാണ് അവര്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള അതിലൊരു ഭാഗമാണ് ആള്. കേരളത്തിൽ ഒരു 10-20 പേരേ ഉള്ളൂ അതിലിപ്പോ മാമൊക്കെ ചെയ്യുന്ന പോലെ അതിലൊരു ഭാഗം. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും ഞാൻ 7th ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോള് 7th മോള് 4th മറ്റായിരുന്നു ചെറിയ ആള്. അപ്പൊ ചെറിയ വാവയെ നോക്കുമ്പോ എല്ലാരും പറയായിരുന്നു, മൂപ്പര് പറയും, എന്താണ്ട് ഇന്ന് സ്കൂളിൽ പോണില്ലേ? അപ്പൊ പറയും, പണ്ടത്തെ ആൾക്കാരെ പറയും ഉണ്ണിയെ നോക്കാനിരുന്നു എന്ന്. പണ്ട് നിറയെ മക്കളാവുമ്പോ ഒരാളൊക്കെ ഇരിക്കൂ അത്രേ കുട്ടിയെ നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ മോൾ അങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ സ്റ്റഡീസിലാണെങ്കിൽ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ പോലും ശ്രദ്ധിക്കും. അങ്ങനെ അവള് 7th സ്കൂളില് എല്ലാ സബ്ജക്റ്റിലും ഫസ്റ്റ് മാം. കരിക്കുലർ ആക്ടിവിറ്റീസിലായിക്കോട്ടെ, സബ്ജക്റ്റിലായിക്കോട്ടെ. അങ്ങനെ 3400 രൂപ ക്യാഷ് പ്രൈസ്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, രംഷേട്ട അവിടെ സ്റ്റേജിന്റെ അവിടെ തന്നെ നിന്നോ. എന്താ പറഞ്ഞാൽ വിളിക്കണത് മുഴുവൻ വിശ്രുത. അങ്ങനെ 7th ടോപ്പ് മോസ്റ്റ് ആയിട്ട് അവൾ അന്ന് ഇറങ്ങി. ഞാൻ പ്രസവിച്ച് കിടക്കുന്ന കുറച്ച് കഴിഞ്ഞത്. അപ്പൊ അതൊരു സന്തോഷമാണ്. പിന്നെ ഈ 3 കുട്ടികൾ എന്ന് പറഞ്ഞ നമ്മുടെ ടോപ്പിക് എന്താ പറയുക, 2 ബേബീസ് ആയിരുന്നു. അപ്പൊ അവര് തമ്മിൽ അടിയൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഈ 3 പേരായപ്പോഴുള്ള സന്തോഷം, അയ്യോ അതാ കണ്ടന്നെ അറിയണം. ഇവിടെ വീട്ടില് അവരുടെ ഷെയറിങ് കൂടി, അവർ തമ്മിലുള്ള ടഗ് ചെയ്യാണ്ടായി, സ്നേഹം കൂടി. ആക്ച്വലി എനിക്ക് പണി നിറയെ കൂടുതലാണ്, പക്ഷെ അതിലൊരു സന്തോഷം. ആ 3 പേരും ഷെയർ ചെയ്യണത്, ആ ചെറിയ ബേബിയെ അവര് കെയർ ചെയ്യണതും കൊടുക്കൽ വാങ്ങൽ എല്ലാ ഇതും നമ്മുടെ അവിടെ കണ്ടുപഠിക്കാം. ആ ഒരു ഒത്തൊരുമ, എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, TV കാണുക, വെളിയിൽ പോവുക. ഈ 2 പേരും തമ്മിലുള്ള എനിക്ക് നനക്കും എന്നുള്ളൊരു കാര്യമേ അവിടെ ഇല്ലാണ്ടായി. നമുക്ക് എന്നൊരു വാക്ക് അവിടെ വന്നു മേ.
ശരിക്കും ഞാൻ ആദ്യം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ചിന്മയിലാ പഠിച്ചത്. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ നമ്മൾ തമാശ പോലെയാണെങ്കിൽ പറയും, നിനക്ക് എത്ര കുട്ടിയാണ്? എനിക്കൊരു കുട്ടി, എനിക്ക് 2 കുട്ടി. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ 3 കുട്ടി, ഞാൻ 1 കുട്ടി പറഞ്ഞതാ. ഇന്ന് എനിക്ക് 3 കുട്ടികളാണ്. എന്നിട്ട് ഫ്രണ്ട്സ് പറയും, പറഞ്ഞ നിനക്ക് എന്തായി ചോദിക്കും. പക്ഷെ അതൊരു ഷെയിമായി വിചാരിച്ചതായിരുന്നു. ഞാൻ ഒരു 2 കുട്ടിയായപ്പോ തന്നെ ഞാൻ ആക്ച്വലി മതി എന്ന് പറഞ്ഞതാണ്. പക്ഷെ 3ാമതായി. പക്ഷെ ഇപ്പോ സത്യം പറഞ്ഞ ഇവിടെ ഇത്രയും സക്സസ്ഫുൾ ആയി കുട്ടികളോടെ ജീവിക്കുന്ന ഞാൻ വളരെ ഹാപ്പിയാണ്. മക്കളായിക്കോട്ടെ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. വലിയ മോളാണെങ്കിൽ ഡാൻസ്, പാട്ട്, ഇടയ്ക്ക് അങ്ങനെ പറയല്ല, ഒരു പൊങ്ങച്ചം പറയല്ല മാം. ഞാൻ എന്ന് വിചാരിക്കുന്നത്, നമ്മൾ അമ്മ എന്നുള്ള നിലയിൽ അവർക്ക് എന്തൊക്കെ ഈ സമയത്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ഇനി നാളെ നമ്മളെ പോലെ സമയം കണ്ടുപിടിച്ച് പഠിക്കാനിരുന്ന് അങ്ങനെ ഒരു ഇത് അവർക്ക് തോട്ട് വരാൻ പാടില്ല. നമ്മളാൽ കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ സാധിക്കും. 3 മക്കളാണെങ്കിലും സാധിക്കും. അതുവരെ തമ്മിലുള്ള സ്നേഹം അത് അനുഭവിച്ചറിയുന്നത് ഞാനിപ്പോ അനുഭവിച്ചറിയുന്നുണ്ട് മാം. താങ്ക് യു മാം. എന്റെ അനുഭവത്തിൽ എന്ന് പറയാം, ഞാൻ മാരേജ് കഴിഞ്ഞപ്പോ മാരേജ് വരെ പഠിപ്പിക്കുക, പള്ളി, പ്രാർത്ഥന, വിഭ്യാസം അങ്ങനെയൊക്കെ. കിച്ചണിലോട്ട് പോലും കയറ്റിയിട്ടില്ല. വീട്ടിൽ ഒരു മോളായോണ്ട് ഒത്തിരി സ്നേഹിച്ചു വളർത്തി. അങ്ങനെ ആയിട്ട് കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും വിടാൻ അവർക്ക് താല്പര്യമില്ല. ഹസ്ബൻഡ് ഗൾഫില്. അപ്പൊ ഞാൻ മൈൻഡ് ഭയങ്കര ഡിപ്രഷനായി, ഡൗൺ ആയി. എനിക്ക് അങ്ങ് ഒന്ന് മാറി അങ്ങ് ഡിസീസസാ എനിക്ക്. പക്ഷെ രോഗമൊന്നും ഇല്ലാതാനും. അങ്ങനെ ഹസ്ബൻഡ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് പിന്നെ ഇത്ര 23ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിച്ചു എന്ന് കരുതി ഒരു കുട്ടിയാവാൻ വേണ്ടി. അപ്പം ഹസ്ബൻഡിന്റെ നിർബന്ധത്തിലാണ് മോന് വേണ്ടി ഞാൻ വഴങ്ങിയത്. ഞാൻ അപ്പോഴും പറഞ്ഞാൽ എനിക്ക് പഠിക്കണം, ജോലിക്ക് പോകണം, എനിക്കിപ്പം കുട്ടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെ നീ പറയരുത്, നീയോ ഞാനോ നിശ്ചയിച്ചാലൊന്നും അത് നടക്കുന്നതല്ല, ദൈവം നിശ്ചയിച്ചെങ്കിലേ നടക്കും, നമുക്ക് നല്ലൊരു കുഞ്ഞിനെ തരാൻ, ദൈവത്തോട് നീ പ്രാർത്ഥിക്ക്, പിന്നെ എൻ്റെ അമ്മ പൊന്നുപോലെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ മൈൻഡ് അങ്ങ് ഹസ്ബൻഡിനെ ഡിപ്രസ് ആക്കി എന്നെ അങ്ങനെ അങ്ങ് ആക്കി കൊണ്ടുവന്ന കൊച്ചായത്. പക്ഷെ എനിക്കിത് താങ്ങാൻ ശേഷിയില്ല മൈൻഡ് കൊണ്ട്. 10-21 വയസ്സുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് എപ്പോഴും വയറ്റിലോട്ടായപ്പോ തൊട്ട് 2 കുഞ്ഞുങ്ങളുടെ കാലത്തും ഇത് തന്നെ. പ്രസവിച്ച് 3 മാസം വരെയും ചത്ത് ജീവിച്ചതുപോലെ. പ്രസവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇൻക്ലൂഡ് ആവുന്നില്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് ഹസ്ബൻഡ് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ഇത്ര 23 വയസ്സൊക്കെ ഉണ്ടെന്ന് കരുതി ഈ കുട്ടിക്ക് ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളാനോ അതിനെ വളർത്താനോ ഉള്ള മൈൻഡ് ശേഷിയായിട്ടില്ല. മൈൻഡ് കൊച്ചു തന്നെ ഇപ്പോഴും. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഇപ്പോഴേ അടുത്തൊരു കൊച്ചിന് വേണ്ടി തയ്യാറെടുക്കരുത്, കുറെ ഗ്യാപ്പ് ഇടുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊച്ചുമോന് വേണ്ടി കുറെ ഗ്യാപ്പ് ഇട്ട്. വലിയ മോനിൽ നിന്ന് 10 വയസ്സിന് ഇളയതാ കൊച്ചുമോന്. പഠിപ്പിക്കുകയോ ഒക്കെ ആയിരുന്നു. പിന്നെ പോകുന്നത്. പിന്നെ അങ്ങനെ ഹസ്ബൻഡ് അവിടെ നിന്ന് മാറ്റി എന്നെ പഠിപ്പിക്കാനും കമ്പ്യൂട്ടർ പഠിക്കാനും സ്കൂളിൽ പഠിപ്പിക്കാനും എല്ലാം അങ്ങനെ വിട്ടു. അങ്ങനെ പിന്നെ നാട്ടിൽ വീടൊക്കെ വെച്ച് അങ്ങനെ മാറ്റി. അങ്ങനെയൊക്കെയാ. പക്ഷേങ്കിൽ എൻ്റെ വലിയ മോന് എനിക്ക് അങ്ങനെ കുറെ മാറ്റങ്ങൾ മൈൻഡിൽ വരുന്നുവെങ്കിലും വലിയ മോന് ഒരു മാറ്റമില്ല. അവന് ഭയങ്കര ഡൗൺ ആയിരുന്നു മൈൻഡ്. കൊച്ചു മോനെ എപ്പോഴും പ്രഗ്നന്റ് ആവുന്നോ അവൻ ആള് മാറിയതുപോലെയായി. എൻ്റെ കൊച്ചു മോന് ജനിച്ചപ്പോഴത്തേക്കും എൻ്റെ വലിയ മോന് ഒരു ഉത്തമ ഒരു പുരുഷനായി മാറി. അതുവരെ അവൻ 9ാം ക്ലാസ്സിൽ വെച്ചാണ് കൊച്ചുമോനെ ഞാൻ പ്രഗ്നന്റ് ആയി. 9ാം ക്ലാസ് ലാസ്റ്റ് ആകുമ്പോഴാണ് പ്രസവിക്കുന്നത്. ആള് മാറിയതുപോലെയായി വലിയ മോന്. കൊച്ചുമോൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവനൊരു കറക്റ്റ് ബോയ് എന്നോ ഒരു പുരുഷനെന്നോ അവനെ പറ്റി എല്ലാവർക്കും പിന്നെ പഴയ ഒരു കൊച്ചല്ല അതുവരെ അവൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ആരൊക്കെ സിബ്ലിങ്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ വീട്ടിൽ അവനൊരു അനിയൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഭയങ്കര മാറ്റങ്ങളാണ്. അവന് ഭയങ്കര. അതുപോലെ തന്നെ കൊച്ചുമോനും അതുപോലെ തന്നെ. വലിയ മോനില്ലെങ്കിൽ അവന് ഭയങ്കര പ്രോബ്ലംസ് അവന്റെ മൈൻഡ് അവൻ 24 മണിക്കൂർ അവൻ ഇങ്ങനെ ഫോൺ എടുത്ത് വാട്സപ്പിലും. ഇപ്പൊ അവര് മാരേജ് കഴിഞ്ഞ് മൂന്നാറിൽ പോയിരിക്കുക. ഒരു 100 പ്രാവശ്യം അവരെ വിളിക്കും. അവർ രണ്ടുപേരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് ഭയങ്കര ഒരു ചേഞ്ച്. ഇവരെ ഒന്ന് വിളിക്കുകയോ പറയുകയോ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മൈൻഡ് കൊണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന പറഞ്ഞാൽ അടുത്ത ഒരു കുഞ്ഞില്ലെങ്കിൽ ഈ മറ്റു കുഞ്ഞിനും അത് ഭയങ്കര പ്രോബ്ലംസ് സൃഷ്ടിക്കുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ ജോലി. സോ സിംഗിൾ ചൈൽഡിനേക്കാളും നല്ലത് 2 പേര് അല്ലെങ്കിൽ 3 പേര് എന്നുള്ള രീതിയിലാണ്. ഇവിടെ മെസ്സേജ് ഒക്കെ ഞാൻ വായിച്ചു. അവിടെ വന്നിരുന്ന മെസ്സേജ് ഒക്കെ വായിച്ചു. കാരണം പറഞ്ഞു ചിലർക്ക് പാരന്റ്സ് നഷ്ടപ്പെടും. അപ്പൊ ഈ ഒരു സിബ്ലിംഗ് ആയിരിക്കും എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടുണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ടല്ലേ സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്ക്, അവര് കേസ് കൊടുക്കുന്നു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഇൻസിഡൻസും ഇല്ലേ? ഉണ്ട് മാം, നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അങ്ങനെയുള്ള ഇൻസിഡൻസും ഉണ്ട്. പിന്നെ നമ്മൾക്ക് കുട്ടികൾ 1, 2, 3, 4 വാട്ടെവർ എത്രയായാലും
ആ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാനും നമ്മൾക്ക് കഴിയണം. ആസ് എ പാരന്റ് ആ ഒരു രീതിയിൽ ഞാൻ പറയുക കേട്ടോ. നമ്മൾക്ക് അങ്ങനെ ആ കുട്ടികൾക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്ങനെയെങ്കിലും അവർ വളർന്നോട്ടെ എന്നുള്ളത് പണ്ടത്തെ കാലഘട്ടമായിരുന്നു. അതാണ് അന്ന് 6ഉം 10ഉം 12ഉം ഒക്കെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയെങ്കിലൊക്കെ വളർന്നു പോകും. ജീവിത സാഹചര്യം എങ്ങനെയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം മാറി. കോമ്പറ്റീഷൻസ് ആണ്. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും. ജോലി കിട്ടാതെ അലയുന്ന ഒരു വിഭാഗമുണ്ട്. പഠിത്തം പാതി വഴി നഷ്ടപ്പെടുന്നവരുണ്ട്. പിന്നെ ഫിനാൻഷ്യലി ഭയങ്കര പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറുപ്പം തുടങ്ങി കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെ അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശരിയായ എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. ഗവൺമെന്റ് സൈഡിൽ നിന്ന് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ശരി തന്നെ. പക്ഷെ അവർക്കൊരു ഹാബിറ്റ്, അവരെ നല്ലപോലെ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു വീട്. അപ്പൊ നമുക്ക് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അറിയാൻ പറ്റണം, ഞാൻ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അവരൊന്ന് സ്വന്തം കാലിൽ നിൽക്കുന്നവരെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അത് ഒരു കേസ്, അതൊരു പ്രാക്ടിക്കൽ സൈഡാണ് കേട്ടോ. ഇനി കുട്ടികൾ ശരി ഒന്ന് മതി എന്നൊക്കെ വിചാരിച്ച് ആ രീതിയിൽ പ്ലാൻ ചെയ്തു പോകുന്ന ഫാമിലി, ബട്ട് അവര് പ്ലാനിങ് ഒന്നും ഇല്ലാതെ അവർക്ക് രണ്ടാമത്തെ കുട്ടി അവർ പ്രഗ്നന്റ് ആവുന്നു. അപ്പോൾ അത് കീപ്പ് ചെയ്യാണ് വേണ്ടത്. എത്രയോ പേര് അതിനെ അബോർട്ട് ചെയ്ത് കളയുന്നു. അതിനോട് ഐ ആം വെരി അഗെയിൻസ്റ്റ്. അതിനോട് ഒട്ടും യോജിക്കുന്നില്ല. ഒന്ന് മതി എന്ന് വിചാരിച്ചു പോകുമ്പോൾ കിട്ടുന്നവര് അറിയാതെ തന്നെ അവർക്ക് ഒരു അടുത്ത കുട്ടിയാകുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ പാരന്റ്സ് ചിന്തിക്കണം. അവരായിട്ട് അതിനെ ഡ്രോപ്പ് ചെയ്യരുത്. അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാനത് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞേ ഉള്ളൂ. അതും ഒരു കാര്യമാണ്. എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് ലൈക്ക് പ്ലാനിങ്ങിന്, അതെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു കാര്യം. പിന്നെ സിംഗിൾ ചൈൽഡിന്റെ പ്രശ്നങ്ങൾ കുറേ അറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു കസ്തൂരി ഒരു സിംഗിൾ ചൈൽഡ് ആയിരുന്നു. അപ്പൊ ആ ഒരു സിംഗിൾ ചൈൽഡിന്റെ പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും കസ്തൂരിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് നമുക്ക് ആ ഒരു ഇന്റർവെൻഷൻ അതൊന്നും അറിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കസ്തൂരിയുടെ അമ്മ മരിച്ചു. നാച്ചുറൽ ഡെത്ത് ആയിരുന്നില്ല. അച്ഛനുണ്ട്, ഹസ്ബൻഡുണ്ട്, കസ്തൂരിക്ക് കുട്ടികളില്ല. ഭയങ്കര ഡിപ്രഷനിലാണ്. ഭയങ്കര വെച്ചാല് എന്നേക്കാൾ 1 വയസ്സ് താഴെയായിരുന്നു കസ്തൂരി. പക്ഷെ കസ്തൂരി ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഏജ് തോന്നും. ഫുൾ നരച്ച് ഭയങ്കര ഏജ് തോന്നും. ഭയങ്കര ഒരു ഡിപ്രസീവ് മൂഡിലൂടെയാണ് കസ്തൂരി പോകുന്നത്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ശരിയാകാത്തോ. പക്ഷെ കസ്തൂരിക്ക് ഒരു സിബ്ലിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കസ്തൂരിക്ക് സപ്പോർട്ട് കിട്ടും. നമുക്ക് ഒരു ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല. നമ്മളുടെ ലിമിറ്റേഷൻസ്, അവരുടെ ലിമിറ്റേഷൻസ് എല്ലാം ഉണ്ട്. എന്നാലും മാക്സിമം സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ ചെയ്യും. എന്റെ ഹസ്ബൻഡ് ഒരു സിംഗിൾ ചൈൽഡാണ്. ഞാനും കണ്ടിട്ടുണ്ട് ആളുടെ പല പ്രശ്നങ്ങളും. ഇപ്പോഴും സ്റ്റിൽ ഹി ഹാസ് ദാറ്റ് ഹോണ്ടിങ്. ഇപ്പോഴും ആ ഒരു ഒറ്റയ്ക്കായതിൻ്റെതായ പല പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പല പ്രശ്നങ്ങൾ സിംഗിൾ ചൈൽഡിന് വരുന്നുണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് 50 years ആകാറായിട്ടും ആ ഒരു ഹോണ്ടിങ് ആൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. അവരുടെ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് വളർന്നു, ഞാൻ ആ സമയത്ത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര വിഷമാണ്. ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഷെയറിങ് ആ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അല്ലെ. പിന്നെ കുറെയൊക്കെ കാര്യങ്ങൾ നമുക്ക് പാരന്റ്സിന് മാനേജ് ചെയ്യാൻ പറ്റും ഒരു സിംഗിൾ ചൈൽഡിന്റെ കാര്യത്തില്. പിന്നെ സംഭവം ചിലർക്ക് ഒരു കുട്ടിയെ ഉണ്ടാകുന്നുള്ളൂ, അവിടെയൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരെണ്ണം കൂടെ ബ്ലെസ്ഡ് ആകുവാണെങ്കിൽ കീപ് ദം. അതേ ഉള്ളൂ എൻ്റെ ഒരു റിക്വസ്റ്റ്. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. സോ 15 more minutes ഫോർ അവർ ക്ലാസ്. നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലെ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ രണ്ട് പോലെ എയും ബിയും പറഞ്ഞു. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ ഓൾമോസ്റ്റ് ആകാറായിട്ടുണ്ട്. അപ്പോ ഒരു ആപ്റ്റ് ഡേറ്റ് മിക്കവാറും സാറ്റർഡേസേ നടത്തുള്ളൂ. കാരണം സാറ്റർഡേ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ് സാറ്റർഡേ വരുള്ളൂ ഈ പ്രാക്ടിക്കൽ സെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്താൻ. അതിനു മുമ്പ് തന്നെ ഈ എന്താ പറയാ ഓൺലൈൻ ആയിട്ട് ടീച്ചേഴ്സ് ഡെമോ ക്ലാസ് തരും കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ നേരിട്ട് വന്നിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവുക.
മാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് അപ്പോ ജസ്റ്റ് വീഡിയോ കോൾ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അവർ ചെയ്യുന്ന സമയത്ത് വീഡിയോ കോൾ അറേഞ്ച് ചെയ്യുക, അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം. ദേ ക്യാൻ ഡു. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും, ഡെമോ ക്ലാസ് ഉണ്ടാകും, ടീച്ചേഴ്സ് ഡെമോ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ വരുന്ന കുട്ടികൾ അത് നല്ല രീതിയിൽ ഒരു വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. മാം പ്രാക്ടിക്കലി 1 ഡേ ആണോ ഉണ്ടാവുക? ഹാഫ് ഡേ മതിയാകും. മോർണിംഗ് 10:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 o'clock ഒക്കെ ആകുമ്പോഴേക്കും തീരാറുണ്ട് ഇതുവരെയും. അല്ല, ഇത് ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അപ്പൊ 1 ഡേ ആണെങ്കിൽ വരികയെന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ട് തോന്നൂലല്ലോ. മറ്റേത് കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ സ്റ്റേ ചെയ്യാനൊക്കെ മതി. ഹാഫ് ഡേ കൊണ്ട് തീരും. നമുക്ക് 10:30 ആവുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ആ ഒരു 10:30 തുടങ്ങിയാൽ 1 o'clock തീരാറുണ്ട്. ഒരു 55 കുട്ടികൾ 60 പേരൊക്കെ വന്ന സമയത്തും എല്ലാരും ചെയ്ത് നോക്കിയിട്ടാ പോവാറ്. എല്ലാരും ചെയ്ത്, അത് നിർബന്ധമായും പറയാറുണ്ട്. കാരണം അത്രയും ദൂരെ വന്നിട്ട് ചുമ്മാ കണ്ടിട്ട് പോണത് ശരിയല്ലല്ലോ. നിങ്ങൾ ചെയ്ത് നോക്കണം, തൊട്ട് നോക്കണം, ഓരോന്നും ചെയ്ത് നോക്കണം, ഓരോന്നും മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കണം. ഒരു കുട്ടി എങ്ങനെയാണോ അതിന്റെ കയ്യിൽ ഇത് കിട്ടുന്നത്, കുട്ടി എങ്ങനെ ചെയ്യുന്നു ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ അത് കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യണം. മാം അതേപോലെ പ്രാക്ടിക്കലിന് വരുന്ന സമയത്തില്ലേ നമ്മള് ചെയ്ത വർക്കുകളൊക്കെ കൊണ്ടുവരുന്ന കാണിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുമല്ലോ. നിങ്ങളുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആണെങ്കിൽ, കംപ്ലീറ്റ് ആയ വർക്കുകൾ കേട്ടോ, റെക്കോർഡ് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് സൈൻ ആൻഡ് സീൽ ചെയ്ത് തരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ്സ്, റെക്കോർഡ് ആൻഡ് അസൈൻമെന്റ്സ് മാത്രം മതി. ബാക്കി ക്യാരി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും കൊണ്ടുവരണ്ട. എല്ലാം വൈവ സമയത്ത് നമ്മൾ വാല്യൂ ചെയ്യും. പക്ഷെ വൈവ ഓൺലൈൻ ആയതുകൊണ്ട് എന്താ പറയാ, റെക്കോർഡിൽ സൈൻ ചെയ്യണമെന്ന് നടക്കില്ലല്ലോ. അപ്പൊ അന്നത്തെ പ്രാക്ടിക്കൽ സമയത്ത് നിങ്ങൾ റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ സൈൻ ആൻഡ് സീൽ കിട്ടും. പിന്നെ പ്രാക്ടിക്കൽ സമയത്ത് വരുമ്പോൾ, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോഴാണ് നമ്മൾ വൈവ സ്റ്റാർട്ട് ചെയ്യാറ്. അതുകൂടെ ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. ആ പ്രാക്ടിക്കലിന് വരുന്ന സമയത്ത് വേണ്ടവർക്ക് അവിടുന്ന് വൈവ ചെയ്തിട്ട് വിടുവോ? യെസ്, യു ക്യാൻ ഡു. അത് ചെയ്യാറുണ്ട്. കുറെ കുട്ടികൾ അങ്ങനെ വൈവ നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ളവര് അത് വൈവ അന്ന് അറ്റൻഡ് ചെയ്ത് അതും കഴിഞ്ഞു പോകുന്നവരുണ്ട്. അതോടുകൂടി നമ്മൾ റിലാക്സ്ഡ് ആയല്ലോ, പണി കഴിഞ്ഞു. എക്സാം ഏത് മന്താവും മാം? എക്സാം നിങ്ങൾക്ക് സെപ്റ്റംബറിൽ കാണണം. എക്സാം ഓക്കെ, ഫൈൻ, ഇതെല്ലാം നോക്കാം. ഓക്കെ, എവിടെയായിരുന്ന പറഞ്ഞേ? നമ്മൾ എവിടെ വരെയായി? നാച്ചുറൽ ലോ ഓഫ് വർക്കിലെ ബി വരെ പറഞ്ഞു മാം. ലോ ഓഫ് വർക്കിലെയാണോ? അതിലെ ബി വരെ പറഞ്ഞു. ബി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഫൈൻ. സോ ഇപ്പൊ നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള കുട്ടികളുടെ ഡെവലപ്മെന്റിന്റെ, ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് കാണും. വർക്ക് ടു പ്ലേ ആണ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലോ ഓഫ് വർക്ക്. അപ്പൊ കുട്ടി എങ്ങനെയാണ് ഒരു ആക്ടിവിറ്റി കൊടുത്താൽ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത CDE ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം. Children use the environment to enhance themselves. Adults use themselves to improve the environment. The adult is no longer developing. He has arrived at the norm of the species, but the child is being in a constant state of transportation. He interacts with the environment and receives impressions for his psychic development. Children work for the purpose of the process. However, the adult is involved with the end and result. The extent of the child's work is different from the adult. A children of about 3 to 5 years who wants to work with the 10 cubes of pink tower on a rug would create 10 separate journeys all over the room. An adult would never act in the way. The child does not hurry as we do,
towards the end. By following his rhythm, he is able to accurate himself. Okay. So, law of work. കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് അഡൾട്ടും കുട്ടി ചെയ്യുന്നത് ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ ഗ്രോൺ അപ്പ്. ഒരു അഡൾട്ട് ചെയ്യുന്നതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടാണ് കുട്ടികൾ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ ചെയ്യുന്ന പ്രോസസ് മുഴുവനും എൻജോയ് ചെയ്യുവാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും കുട്ടി അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റിയുടെ പീക്കിൽ കഴിഞ്ഞിരിക്കുന്നു. അഡൾട്ട് അതുമായിട്ട് കളിക്കാനൊന്നും പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ജഗ്ഗിലൊരു വാട്ടർ ഫില്ല് ചെയ്യുക, അഡൾട്ടിന്റെ എൻഡ് റിസൾട്ട് വാട്ടർ ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമേ. കുട്ടിക്ക് ആ പ്രോസസ് തന്നെ ഭയങ്കരമായി എൻജോയ് ചെയ്യും. ജഗ്ഗിൽ പിടിക്കുന്നത്, ജഗ്ഗിന്റെ ഷേപ്പ്, ജഗ്ഗിലേക്ക് വാട്ടർ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന കണ്ടെയ്നർ, അങ്ങനെ എല്ലാം കുട്ടിയെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോ കുട്ടികൾ സ്വയം ഡെവലപ്പ് ആകാനായിട്ട്, എൻഹാൻസ് ആകാനായിട്ട് അവര് എൻവിയോൺമെന്റ് യൂസ് ചെയ്യും, അവരുടെ ചുറ്റുപാടുകൾ യൂസ് ചെയ്യും. അഡൾട്ട്സ് അവരെ തന്നെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുവാണ്. അവർക്ക് അവരെ തന്നെ യൂസ് ചെയ്തിട്ട് എൻവിയോൺമെന്റിനെ ഇംപ്രൂവ് ആക്കാനായിട്ട്. കുട്ടികൾ ചുറ്റുപാടിനെ യൂസ് ചെയ്യുന്നു, അഡൾട്ട് അവരെ തന്നെ യൂസ് ചെയ്യും. അഡൾട്ടിനെ ഇനി ഡെവലപ്പ് ചെയ്യാനൊന്നും ഇല്ല, പീക്കിലെത്തി കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓരോരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും, ഓരോ ട്രാൻസ്പോർട്ടേഷൻ, കുട്ടിയുടെ ഓരോ യാത്രയുടെ ഓരോ സ്റ്റെപ്പും കുട്ടിയുടെ ഡെവലപ്മെന്റ് തന്നെയാണ്. എൻവിയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പല രീതിയിലുള്ള ഇംപ്രഷൻസ് കിട്ടുന്നു, ചുറ്റും കാണുന്നതെല്ലാം ഇംപ്രഷൻസ് ആയിട്ട് ബ്രെയിനിൽ സ്റ്റോർ ആവുന്നത്. അത് കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റിന്, മെന്റൽ ഡെവലപ്മെന്റിന്, മാനസിക വികാസം, മാനസിക വളർച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ ഹെൽപ്പ് ചെയ്യും. കുട്ടികൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് ആ പ്രോസസ്, അതിന്റെ പർപ്പസ്, അതിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആ ജഗ്ഗില് വെള്ളം നിറയ്ക്കണം എന്നുള്ളതാണെങ്കിൽ ആ ജഗ്ഗില് വെള്ളം നിറയ്ക്കും. ആ പ്രോസസ്സും എല്ലാം അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ്. അഡൽട്ടിന് എൻഡ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ വർക്കിന്റെ ആ ഒരു ടോൺ, ആ ഒരു രീതി എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം അഡൽട്ട് ആണ്. ഒരു 3.5 ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 3 to 5, whatever it. ആ ഒരു ഏജിലുള്ള കുട്ടി, ഇപ്പൊ പിങ്ക് ടവർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. പിങ്ക് ടവർ 10 ക്യൂബ്സ് വരുന്നതാണ് പിങ്ക് ടവർ. പിങ്ക് കളർ 1 centimeter ആണ് ഏറ്റവും ചെറുതിന്, 10 centimeter ആണ് ഏറ്റവും വലുത്. ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യൂബിന്റെ എല്ലാ സൈഡ്സിന്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. അപ്പൊ 1 centimeter ഉള്ള ക്യൂബ് എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ സൈഡിന്റെയും ഡയമെൻഷൻ 1 centimeter ആയിരിക്കും. അങ്ങനെ 1, 2, 3 അങ്ങനെ പോയി 10 centimeter വരെ വരുന്ന 10 ക്യൂബ്സ് ആണുള്ളത്. അപ്പൊ ഓരോ ക്യൂബും കയ്യിലെടുക്കുമ്പോൾ കുട്ടിക്ക് സെപ്പറേറ്റ് ഫീൽ ആണ് വരുന്നത്. ചെറിയ കൈകളല്ലേ, അവർക്ക് വലിയ ക്യൂബ് എടുക്കുമ്പോൾ ഒരു പക്ഷേ 2 കൈയും വേണ്ടി വരും. അതിന്റെ അടുത്ത് 9 centimeter ചിലപ്പോൾ വേണ്ടി വരും. ചിലത് മാത്രം അവർക്ക് ഒറ്റ കൈ കൊണ്ട് അവരിടും. അവരുടെ ഫിംഗേഴ്സ് അതിനെ ജോയിൻ ചെയ്യിക്കുന്നതും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. ഓരോ പ്രാവശ്യം ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് അവരുടെ ഡെഫിനറ്റ്ലി അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്പ് ചെയ്യും. ഫിംഗേഴ്സ് ആണല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ അവർ ഓരോ രീതിയിലാണ് ആ പിങ്ക് ടവറിനെ അവർ, ഒരു എക്സാമ്പിൾ പറഞ്ഞത് പിങ്ക് ടവറിന്റെ കാര്യം, പിങ്ക് ടവറായിട്ട് അവർ ഡീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു അഡൽട്ടിനെ സംബന്ധിച്ച് ആ ഒരു രീതിയേ ഇല്ല. പിന്നെ കുട്ടി ചിലപ്പോ പിങ്ക് ടവർ പ്ലേസ് ചെയ്യുമ്പോൾ ഏറ്റവും വലുത് ആദ്യം വെക്കണം, അതായത് 10 centimeter ആദ്യം വെച്ച് അങ്ങനെ തന്നെയാണല്ലോ വെക്കുന്നത്. ഒരു അഡൾട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് ചെയ്യുമായിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങള് ഇവരിങ്ങനെ മാറ്റും, പിന്നെ അവരത് നീളത്തിൽ വെക്കും, അവർ പല രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഹറിയില്ല. അഡൽട്ടിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത്, അവർക്ക് ഒരു പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതല്ല, അവർക്ക് ഓരോന്നും അവർക്ക് ഓരോ രീതിയിലുള്ള റിഥം. ഞാൻ വൈവയ്ക്കൊരു ട്രെയിനിങ് വന്ന സമയത്ത് സാധനങ്ങളെല്ലാം ബെഡിൽ ഇവരിങ്ങനെ നിരത്തി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ മോനുണ്ടായിരുന്നു 4 years. അപ്പൊ എല്ലാ കുട്ടികളും അമ്മമാരുടെ അല്ലെങ്കിൽ ഉമ്മമാരുടെ അടുത്ത് നിൽക്കണേ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈവ കഴിഞ്ഞ ഇത് മുഴുവനും പിന്നെ അവരുടെ സ്വന്തം അവർക്ക് വേണം. അപ്പൊ ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, വൈവയ്ക്ക് അമ്മയ്ക്ക് മാർക്ക് വേണം, അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നാശമായി കഴിഞ്ഞാൽ അവർക്ക് കാണിക്കാൻ പറ്റില്ല, അപ്പൊ അത് കഴിഞ്ഞ് തരാമെന്നുള്ള പറഞ്ഞാണ് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, അസൈൻമെന്റ്സ് ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണല്ലോ, അസൈൻമെന്റ്സ് എല്ലാം ചെയ്തു എന്ന് ചോദിച്ചപ്പോഴേക്ക് ട്രെയിനി മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ മോൻ ഈ 4 വയസ്സ് ചെയ്തു. കാരണം അവനിത് എത്രയും പെട്ടെന്ന് ഞാൻ തീർത്തിട്ട് ഞാൻ സ്ഥലം വിടണം, എന്നാലാണ് അവൻ അത് കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് തോന്നി പിങ്ക് ടവർ അവനെ കൊണ്ട് ചെയ്യിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇതൊന്നും കാണാനോ ചെയ്യാനോ ഒന്നും ചെയ്തിട്ടുണ്ടോ അതേയുള്ള എന്റെ ക്വസ്റ്റ്യൻ. എനിക്ക് കാണണമെന്നൊന്നും നിർബന്ധമില്ല, പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് കാരണം ട്രെയിനീസിന്റെ ഒരു ആഗ്രഹമാണ് അവർക്ക് കാണിച്ചു തരണം എന്നുള്ളത്.
ഞാൻ മോനോട് പറഞ്ഞു, മോനെ പിങ്ക് ടവർ ഒന്ന് എടുത്ത് ചെയ്യാമോന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷമായി. അവന്റെ മുഖം കാണുന്ന കണ്ണൊക്കെ അങ്ങ് തിളങ്ങിയിട്ട് അവനത് നല്ല രീതിയിൽ അടുക്കി വെച്ചു. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വെക്കുമ്പോൾ 6, 7, 8 ഒക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടൊക്കെ തോന്നുമല്ലോ, 5, 4 ഒക്കെ. അപ്പൊ ഇടയ്ക്കൊന്ന് മാറിപ്പോയി. പെട്ടെന്ന് തന്നെ അവനത് അടുത്ത് വെച്ച് കഴിഞ്ഞപ്പോ അവനത് മനസ്സിലായി. പെട്ടെന്ന് അവനത് മാറ്റി വെച്ചു. അങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പം ഉണ്ടായ അവന്റെ സന്തോഷം, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് റിവാർഡ്. അവന് കിട്ടിയൊരു റിവാർഡ്. ഞാനും ഭയങ്കരമായിട്ട് കൈയടിച്ചു, അവനും സ്വയം കൈയടിക്കുക. അവനത് അച്ചീവ് ചെയ്ത് ആ ഒരു അക്കംപ്ലിഷ്മെന്റിൽ എത്തിയപ്പോ ദാറ്റ് ഇസ് എ റിവാർഡ്. ഭയങ്കര സന്തോഷമായി. ഞാൻ പിങ്ക് കളർ ഉണ്ടാക്കിയപ്പോ തന്നെ എനിക്ക് 7 വയസ്സുള്ള ഒരു മോനുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നത് പോലെ തന്നെ 1-2 അവൻ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കളറിംഗ് ബോക്സ് ഉണ്ടാക്കിയപ്പോഴും എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ അവനും ചെയ്തു കൊടുക്കണമായിരുന്നു. അത് അവന്റെ കയ്യിലുണ്ട്. അവന് അത് റെഡിയാക്കി വെച്ചിരിക്കുക. റെക്കോർഡ് ബുക്ക് അവന് എഴുതി വെച്ചിരിക്കുക, മൈ റെക്കോർഡ്, മൈ കളക്ഷൻ ബുക്ക് എന്ന് പറഞ്ഞൊരു ചെറിയ ബുക്കില്. ഓക്കെ, ഗുഡ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അത് വൈവ കഴിഞ്ഞു. ഓക്കെ ഫൈൻ, ഇനി നമുക്ക് കോൺവെക്കേഷൻ വരുമ്പോ കാണാം എന്നുള്ള രീതി, വരുവാണെങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞു പയ്യൊക്കെ പറഞ്ഞ മോനോടും പയ്യൊക്കെ പറഞ്ഞിട്ട് 4ാം ക്ലാസ്സിലെ ആയിട്ടുള്ള അവനെ സ്കൂളിൽ ചേർക്കാൻ പോകും കേട്ടോ. പിറ്റേ ദിവസം ട്രെയിനിയുടെ മെസ്സേജ് എനിക്ക് വന്നു. അതാണ് എനിക്ക് കിട്ടിയ റിവാർഡ്. അവൻ പറഞ്ഞു അവനെ ഞാൻ പഠിപ്പിക്കണമെന്ന്. അവനറിയില്ല ഞാൻ എവിടെയാ വർക്ക് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവന് ചേരണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. ദാറ്റ് ഇസ് റിവാർഡ്. അതാണ് എനിക്ക് കിട്ടിയ റിവാർഡ്. ഓക്കെ, അപ്പൊ അതാണ് ഞങ്ങൾക്ക് 2 പേർക്കും റിവാർഡ് കിട്ടി എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ഉണ്ടായത്. നമ്മളിപ്പോ ഒരു കാര്യം കൊടുക്കുമ്പോൾ ഒരു സ്പൂണും ഒരു ചെറിയ പാത്രവുമാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അവരതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുപോലെയാണ് കുട്ടികളുടെ കാര്യം. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാനുള്ള നമ്മൾ ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് വേണ്ടുന്ന രീതിയിൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അവർ ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അതാണ് ആ ലോ ഓഫ് വർക്കിൽ നമ്മൾ കണ്ടത്. അഡൽസിന്റെ കുട്ടീനെയും കമ്പയർ ചെയ്ത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, അതാണ് അടുത്ത് വരുന്നത്. ലോ ഓഫ് ഇൻഡിപെൻഡൻസ് കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്, കുട്ടി ഇൻഡിപെൻഡന്റ് ആകാൻ തുടങ്ങുന്നു. അപ്പൊ ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം. അല്ലാതെ അവരെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അത് സ്റ്റോപ്പ് ചെയ്യല്ല. കുട്ടിക്കാലത്ത് കുട്ടികൾ പലപ്പോഴും വാശി പിടിക്കും, ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ തന്നെ ഭക്ഷണം കഴിച്ചോളാം, ഞാൻ തന്നെ ഡ്രസ് ചെയ്തോളാം, ഞാൻ തന്നെ ഷൂ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടേതായ ഒരു ഓർഡർ ഉണ്ട്. ഷൂ ഇപ്പൊ ലെഫ്റ്റും റൈറ്റും തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് അതാണ് കറക്റ്റ്. ആ ഒരു രീതിയിൽ നമ്മൾ പലപ്പോഴും ഫെഡപ്പായി പോകൂലെ കുട്ടി. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ടാവും, എവിടെ പോയാലും ആ ഡ്രസ്സായിരിക്കും. ദാറ്റ് ഇസ് അവർക്ക് ചോയ്സ് ഉണ്ട്. അവർക്ക് ആ ഒരു ഫ്രീഡം കിട്ടുമ്പോൾ അവരുടെ ഇൻഡിപെൻഡൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവർക്ക് ചോയ്സ് ഉണ്ട്, ഇഷ്ടങ്ങളുണ്ട്, ഇൻട്രസ്റ്റുകളുണ്ട് അല്ലെ. അപ്പം അങ്ങനെ നമ്മൾ അവരെ അലോ ചെയ്യുവാണെങ്കിൽ, ഒരു ഫ്രീഡം കൊടുക്കുവാണെങ്കിൽ, അവന്റെ ഉള്ളിൽ ഒരു നമ്മൾ പറഞ്ഞ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ജനിക്കുമ്പോൾ തന്നെ അതുണ്ട്, പക്ഷെ അത് ഭ്രൂണാവസ്ഥയിലാണ്. അത് കുട്ടി വളരുന്ന സാഹചര്യവും അവന് വേണ്ടുന്ന ഫ്രീഡം കിട്ടുമ്പോഴാണ് ഈ സ്പിരിച്വൽ എംബ്രിയോ, ആ ഒരു സൈക്കിക് പാറ്റേൺ അത് ഡെവലപ്പായി വരുന്നത്. അപ്പൊ കുട്ടിക്ക് ഫ്രീഡം കൊടുക്കുമ്പോൾ അവൻ ഇൻഡിപെൻഡന്റ് ആകുന്നു. അവന്റെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യൽ, അവന്റെ ആക്ഷൻസിനെ ഗൈഡ് ചെയ്യാനായിട്ട് അത് അവിടെ ഉണ്ട്. അങ്ങനെ അത് യൂസ് ചെയ്ത് അവൻ പല ആക്ടിവിറ്റീസ് കാണിക്കും. മറിയ മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ഒരു നോർമൽ ഡെവലപ്മെന്റിന് ഈ ഇൻഡിപെൻഡൻസ് ആവശ്യമാണ്. നമ്മൾ എപ്പോഴും വേണ്ട, നീ അത് ചെയ്യേണ്ട, നീ അത് ചെയ്ത് ശരിയാവില്ല എന്ന് പറയുമ്പോഴേക്കും അവൻ അങ്ങോട്ട് ഡൗൺ ആവുക. അവൻ ഭയങ്കരമായിട്ട് അവന്റെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുന്നു, കോൺഫിഡൻസ് ഇല്ലായ്മ. ഇതെല്ലാം ഇങ്ങനെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ വരുന്ന പല കാര്യങ്ങളും അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്കും ആ ഒരു അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകുന്നതാണ് മിക്ക സൈക്കോ അനാലിസ്റ്റുകളും പറയുന്നത്. ഇപ്പൊ കുട്ടികളുടെ നോർമൽ ഡെവലപ്മെന്റിന് ഇൻഡിപെൻഡന്റ് ആവശ്യമാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കുട്ടി ഓരോ കാര്യം ചെയ്യുന്നു, അവന്റെ ഓൺ ഇന്നർ ഗൈഡ് അവനെ അതിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമുക്കറിയാം, ആരോ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ചെയ്തു. ആരോ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങളും പറയുന്നില്ലേ. എവ്രിബഡി ഹാസ് ദാറ്റ് ഇന്നർ ഗൈഡ്. എല്ലാവരുടെ ഉള്ളിലും അതുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വായിക്കാം. ഞാൻ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. മറിയ മോണ്ടിസോറി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, കുട്ടികളെ ഫ്രീ ആക്കി വിടണം.
അവരുടെ ഇൻഡിപെൻഡൻസ്, അത് ആണ് അവരുടെ നോർമൽ ഡെവലപ്മെന്റ്, അവരുടെ എല്ലാ ഏരിയയിലുള്ള ഡെവലപ്മെന്റ്. ആ 3 to 6 ഏജ് സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഡെവലപ്മെന്റും നല്ല പീക്കിലെത്തുന്ന, എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാംഗ്വേജ് ആണെങ്കിലും അവരുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ എന്തും അവരെ ആളുകളുമായി നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യുന്നതും എല്ലാത്തിന്റെ ഫൗണ്ടേഷൻ ശരിക്കും നല്ല ആ ഒരു ഗ്രോത്ത് പ്രോസസ്സ് തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണെന്നാണ് പറയുന്നത് ആ ഒരു ഏജ്. ഓക്കെ, പിന്നെ അനിമൽ ബേബീസും ഹ്യൂമൻ ബേബീസും ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് കുറെ പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ആ ഒരു ഇതിൽ പോയിന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ആയിരിക്കും നല്ലത് നമുക്ക് കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഫൈൻ. സൈൻ ഔട്ട് ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നല്ല നിമിഷത്തിനായി നാം ഒരിക്കലും കാത്തിരിക്കരുത്. പകരം ഓരോ നിമിഷത്തെയും നാം നല്ലതായി മാറ്റുകയാണ് വേണ്ടത്. Thank you, ma'am, and thank you so much to each and every one of you for making today's class so enjoyable. Then it will come to Nisa. Thank you, ma'am. 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 Miss, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.